നമസ്കാരം. പത്തനംതിട്ടയിൽ 61കാരിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ സുമയ്യയെ ഇതിന് പ്രേരിപ്പിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പോലീസ് കണ്ടെത്തി. ഓഹരി ട്രേഡിംഗിലൂടെ സുമയ്യയ്ക്ക് 40 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമുണ്ടായി. ഇത് തീർക്കാനായി ഓൺലൈൻ ആപ്പുകളിൽ നിന്ന് വായ്പയെടുത്തുവെന്നും പോലീസ് കണ്ടെത്തി. 3 ദിവസം മുമ്പ് 1 ലക്ഷം രൂപ ലതയോട് വായ്പ ചോദിച്ചിരുന്നു. ഇത് നൽകാതെ വന്നതിനെ തുടർന്ന് മാലയും വളകളും പണയം വെക്കാൻ ആവശ്യപ്പെട്ടു. ഇതിന് വിസമ്മതിച്ചതോടെയാണ് വീട്ടിൽ അതിക്രമിച്ച് കയറി ആഭരണങ്ങൾ കവർന്ന ശേഷം വീടിന് തീ കൊളുത്തിയത്. ഭാര്യയുടെ ഓഹരി ട്രേഡിങ്ങിനെ കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥന് അറിയില്ലായിരുന്നു. കോയിപ്ര സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് ഭർത്താവ്. വ്യാഴാഴ്ച വൈകിട്ടാണ് ലതയുടെ വീടിന് തീ പിടിച്ചത്. വീട്ടിൽ അതിക്രമിച്ച് കയറിയ സുമയ്യ കെട്ടിയിട്ട ശേഷം ഭീഷണിപ്പെടുത്തുകയും സ്വർണ്ണാഭരണം കവരുകയും തീയിടുകയും ചെയ്തെന്നാണ് ലതയുടെ മൊഴി. ലതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീട്ടിൽ സുമയ്യയുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ലെന്നും വിശദമായ അന്വേഷണം വേണമെന്നും പോലീസ് പറഞ്ഞിരുന്നു. ലതയുടെ വീടും സുമയ്യ താമസിക്കുന്ന ക്വാർട്ടേഴ്സും പോലീസ് സീൽ ചെയ്തു. സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. ഇതിനിടയിലാണ് നിർണായക വിവരങ്ങൾ കിട്ടിയത്. പോലീസ് സ്റ്റേഷന് തൊട്ടുപിറകിലായിട്ടാണ് ലതയുടെ വീട്. സ്റ്റേഷൻ വളപ്പിലാണ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ദേഹത്ത് പൊള്ളലേറ്റ നിലയിൽ വസ്ത്രങ്ങളില്ലാതെ ലത പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വരികയായിരുന്നു. പോലീസാണ് ലതയെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ലതയുടെ കൈക്കും കാലിനും പൊള്ളലേറ്റിട്ടുണ്ട്. മല്ലപ്പള്ളി പഞ്ചായത്ത് 11-ാം വാർഡിലെ ആശാപ്രവർത്തകയാണ് കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷന് സമീപം പുളിമല വീട്ടിൽ താമസിക്കുന്ന ലതാകുമാരി. സുമയ്യ തന്നെ സമീപിക്കുകയും ആഭരണങ്ങൾ ഊരി വാങ്ങുകയും ചെയ്തു. പിന്നീട് ബലം പ്രയോഗിച്ച് കെട്ടിയിട്ട ശേഷം വീടിന് തീവെക്കുകയായിരുന്നുവെന്നുമാണ് ലതയുടെ മൊഴി. കഴുത്തിലുണ്ടായിരുന്ന 2.5 പവന്റെ മാല, കയ്യിൽ കിടന്ന ഓരോ പവൻ വരുന്ന 3 വളകൾ, വിരലിലെ 6 ഗ്രാം തൂക്കമുള്ള മോതിരം എന്നിവ നഷ്ടപ്പെട്ടുവെന്നാണ് ലത പറയുന്നത്. ഭർത്താവ് കീഴ്വായ്പൂർ ജനസേവാ കേന്ദ്രം ഉടമ രാമൻകുട്ടി വീട്ടിലില്ലായിരുന്നു. മകൾ വിദേശത്താണ്. കീഴ്വായ്പൂർ SI രാജേഷ് മല്ലപ്പള്ളി ആശുപത്രിയിലെത്തി മൊഴിയെടുത്തു. പഞ്ചായത്ത് അംഗം രോഹിണി ജോസും കൂടെയുണ്ടായിരുന്നു. തിരുവല്ലയിൽ നിന്ന് എത്തിയ അഗ്നിരക്ഷാ സേനയാണ് തീയെടുത്തിയത്.